ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ രേണു സുധി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മെയിനായിട്ട് പഴയ കാര്യങ്ങൾ തന്നെയാണ് സംസാരിക്കുന്നത്. ഇത് കണക്ക് താൻ സബ്സ്ക്രിപ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണക്ക് പൈസ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് കണക്ക് ഒരുപാട് മോശമുള്ള വീഡിയോ ആണ് ഇടുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വരുന്നുണ്ട്. അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും അല്ല ഞാൻ ചെയ്യുന്നത്. സാധാരണ രീതിയിലുള്ളൊരു ലൈവ് വീഡിയോ ഒക്കെയാണ് ഇടുന്നത്. അതിനാണ് ആൾക്കാർ ഇതേണത്തുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. തൻ്റെ ചുണ്ടിനെ ഇതേ കണക്ക് പ്രശ്നങ്ങൾ വന്നപ്പോൾ മാത്രമാണ് ഞാൻ അതിനെക്കുറിച്ചുള്ളത് പറഞ്ഞതും അതോടെ തന്നെ അത് കാണിച്ചതും ഒക്കെ. അത് ആൾക്കാരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് തിരിച്ചൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നുണ്ടെന്നുള്ള രീതിയിലായിരുന്നു രേണുസുതി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ രേണു ഭയങ്കരമായിട്ട് നേരത്തെ കണക്ക് പ്രതികരിക്കുന്നതൊന്നുമില്ല. പണ്ടൊക്കെ ആയിരുന്നു ഇതേ കണക്ക് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും പ്രതികരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ അത് കുറഞ്ഞു വരികയാണ്. പക്ഷേ ഇതേ കണക്കത്തുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പോലും ഉണ്ടെങ്കിൽ ഇതിനല്ലാതെ കുറച്ച് അധികമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. രേണുവിനെതിരെ ഒരുപാട് പേര് രംഗത്ത് വന്ന് പല ആരോപണങ്ങളും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, എയർപോർട്ടിൽ നിന്ന് പല കാര്യങ്ങളും കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയാണെന്നുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു റിയാക്റ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. സാധാരണ രീതിയിലുണ്ടെങ്കിൽ ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രേണു റിയാക്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഈ വട്ടം പോലും ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളോ ഒന്നും മിണ്ടിയിട്ടില്ല.